ഹായ് ഓൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ കൂടിയാട്ടോ. ഇച്ചിക്കിതാ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കുറേ നാളത്തെ ആഗ്രഹമാട്ടോ ആളുടെ. ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകായിരുന്നു. ഇപ്പം നമ്മൾ രണ്ടും കൽപ്പിച്ച് ഇതാ കൊടുത്തു. അത് സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടോ. ഇവിടെ ലൈസൻസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എടുത്തവർക്ക് അറിയായിരിക്കും. അപ്പോൾ എല്ലാ ടെസ്റ്റും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. ദൈവാനുഗ്രഹം കൊണ്ട് ഇതാ നമുക്കിപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഈവനിങ് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. വിഷു അല്ലേ വരുന്നത്, അപ്പോൾ നമുക്കൊരു കുട്ടി സദ്യ ഉണ്ടാക്കാമെന്ന് കരുതി. നാളെ സദ്യ ഉണ്ടാക്കാൻ പറ്റിയ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. 2 ദിവസത്തെ വീഡിയോ ആട്ടോ നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഡേ നമ്മൾ ലുലുവിൽ പോയി കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയായിരുന്നു. സെക്കൻഡ് ഡേ നമ്മൾ ഗ്രാൻഡിലാട്ടോ പോകുന്നത്. ഇച്ചിതാ ഡ്രൈവ് ചെയ്ത് ഇവിടെ ഫസ്റ്റ് ടൈം ആട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. നാട്ടിൽ നമ്മൾ എപ്പോഴും പോകാറുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ലൈസൻസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ. ഇനി നമുക്കിത് കമ്പനി വണ്ടി ആട്ടോ, നമ്മളുടെ സ്വന്തം വണ്ടിയൊന്നും അല്ല. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ എടുക്കാം. അപ്പോൾ ഇന്ന് നമ്മളുടെ ഓശാന ഞായറായതുകൊണ്ട് ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് പള്ളിയിൽ പോയി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ കുർബാനയുടെ ടൈമാണെന്ന് തോന്നുന്നു. ഇവിടെ ഈവനിങ് കുർബാന ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഓശാന ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് തിരക്കുണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് എപ്പോഴും വരാൻ പറ്റാറില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പള്ളിയിൽ പോകുമല്ലോ. അതുകൊണ്ട് ഇന്ന് നമുക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ പോയി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. അവിടെ നമ്മളിതാ ഗ്രാൻഡിലേക്കാട്ടോ വന്നത്. പാർക്കിംഗ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇന്ന് വിഷുവും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ റൗണ്ട് അടിച്ചിട്ടാട്ടോ നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. അങ്ങനെ ഒരുവിധം നമുക്കിതാ പാർക്കിംഗ് ഒക്കെ കിട്ടി. നമ്മളിതാ വേഗം ഉള്ളിലേക്ക് കയറിയിട്ടോ. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് കുക്കർ വാങ്ങിക്കാനുണ്ട്. നമ്മുടെ വീട്ടിലെ കുക്കർ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ടോ നമ്മൾ മെയിനായിട്ട് വന്നത്. പിന്നെ ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളിതാ കുക്കർ നോക്കിയിട്ടോ. കുറേ മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ ഇതിൽ നിന്നൊരു കുക്കർ നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. ഒരു ചെറുതും വലുതുമായിട്ടുള്ള ഒരു കോംബോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തു. താഴെ ഇതാ ഗ്രോസറി സെക്ഷൻ വന്നപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. വിഷുക്കണിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എല്ലാവരും ഇതാ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മളുടെ കുട്ടിച്ചക്ക, പിന്നെ കണിക്കൊന്നയൊക്കെ ശരിക്കും വാടി എന്താ പറയുക, ഒരു തണ്ട് മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്കത് വാങ്ങിയല്ലേ പറ്റുള്ളൂ. നമുക്ക് കാര്യമായിട്ട് അങ്ങനെ ഒന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല കേട്ടോ. 2-3 ഐറ്റംസ് നമ്മൾ വിട്ടുപോയത് മാത്രം വാങ്ങി ദാ ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ ദാ നമ്മളുടെ ഒരു കുട്ടി ഷോപ്പിംഗ് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് വിഷുവായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കാമെന്നാട്ടോ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. നടന്നാൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു കുട്ടി വീഡിയോ. എല്ലാവർക്കും ടാറ്റാ, ബൈ.